2017-18 സമയത്ത് നടന്നിട്ടുള്ള സംഘർഷങ്ങൾ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രമാദമായ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു മാധു വളരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കേട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ് കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇടപെട്ടതെങ്കിൽ തുടർന്ന് എന്താ സ്ത്രീകളെ കയറ്റാത്തത്? കോടതി വിധി ആരും പിൻവലിച്ചിട്ടില്ലല്ലോ, കോടതി വിധിക്ക് സ്റ്റേ ഇല്ലല്ലോ. ഉണ്ടോ? സ്ത്രീകളെ എന്താ കയറ്റാത്തത് കേരള ഗവൺമെൻറ്? എന്തിനാ ഇവരുടെ നവോത്ഥാന സമിതി? ഇവരുണ്ടാക്കിയ നവോത്ഥാന സമിതി എങ്ങോട്ട് പോയി? നവോത്ഥാന സമിതിയുടെ പേരും പറഞ്ഞ് നടന്ന ഒരാൾക്ക് പട്ടുമ്പളയും കൊടുത്തു, മറ്റൊരാൾക്ക് ഒരു ബോർഡ് ചെയർമാനും കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ എന്താ നേട്ടം ഉണ്ടായത്? ഇതൊരു പൊളിറ്റിക്കൽ ഡിവിഷൻ തന്നെയാണ് അവിടെ നടത്തിയത്. പൊളിറ്റിക്കൽ അറ്റാക്കാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നാമജപ ഘോഷയാത്രയിലാണെങ്കിലും വിശ്വാസമൂഹം പങ്കെടുത്ത കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഗവൺമെൻറ് വളരെ കൃത്യമായി ഒരു പോളറൈസേഷന് വേണ്ടി തന്നെയാണ് അന്ന് ശ്രമിച്ചതെങ്കിൽ അത് പരാജയപ്പെട്ടു, തിരിച്ചടി ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം വലിയ തിരിച്ചടികൾക്ക് ഇട നൽകിയത് കൊണ്ട് പിന്നെ മാപ്പ് പറയാൻ വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ ഗോപന്റെ പാർട്ടി ഇല്ലേ? ഒരു സെക്കൻഡ്, ഇത് ശരിയല്ല മാധു, ഇത് ശരിയല്ല. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സമയം അല്ല, ചോദിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഉണ്ടല്ലോ, ഞാനത് പറയാന്നേ. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടെന്നേ. ഞാൻ അതിലേക്ക് വരാം. അതിൽ വളരെ കൃത്യമായ എനിക്ക് ആക്ഷേപങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നവോത്ഥാന സമിതിയുടെ രൂപീകരണം, അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും ബോധപൂർവ്വം നടത്തിയിട്ടുള്ള പിന്നെ രാഷ്ട്രീയ ഇടപെടലുകളുമാണ് അന്ന് ഈ പോരാട്ടത്തിന് ഗവൺമെൻറ്റാണ് നേതൃത്വം നൽകിയത്. വിശ്വാസികൾക്കെതിരായ നിലപാടെടുത്ത ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണ് വീട് വീടാന്തരം കയറി മാപ്പ് പറയാൻ പോയത്. ഇപ്പോഴും കോടതി വിധി ഉണ്ടായിട്ട് എന്താ സ്ത്രീകളെ കയറ്റാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവർ വിപ്ലവകാരികളാണെങ്കിൽ കോടതി വിധി അംഗീകരിക്കുമെങ്കിൽ. ഞാൻ വേറൊരു കോടതി വിധി ഇപ്പം ഞാൻ മാധുവിന് അയച്ചല്ലോ, മാധുവിൻ്റെ ഫോണിലുണ്ട്. മാധു ഒന്ന് എടുത്തു നോക്കണം. 1 വർഷം പൂർത്തിയാകാണ് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 3-നാണ് 2024 സെപ്റ്റംബർ 3-ന് വന്ന ഒരു ഉത്തരവാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭൂമി ദേശീയ പിന്നെ പാത വികസന അതോറിറ്റി ഏറ്റെടുക്കുകയുണ്ടായി. അതിന് കോമ്പൻസേഷൻ കൊടുത്തിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭൂമി മനസ്സിലായില്ലേ? ദേവസ്വം ബോർഡിലെ കെട്ടിടങ്ങൾ പൊളിച്ചെടുത്ത ഒഴിവാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം അത് സർക്കാർ കൊടുത്തു. എന്നാൽ 10 ഏക്കറോളം ഭൂമി 130 കോടി രൂപ, മനസ്സിലായില്ലേ? ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ അങ്ങ് ഉദ്ധരിക്കാൻ നടക്കുകയാണല്ലോ ഗവൺമെൻറ്. അയ്യപ്പ ഭക്തന്മാരെ അങ്ങ് സഹായിക്കാൻ നടക്കുകയാണല്ലോ ഗവൺമെൻറ്. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് അവകാശപ്പെട്ട അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ട, വികസന കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ട 130 കോടി രൂപ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് പുട്ടടിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ആഗോള സംഘമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കും. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ അക്കൗണ്ട്സ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസറുടെ ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ആയിരക്കണക്കിനാകുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളുടെയും കാണിക്ക വഞ്ചി ഇമ്മീഡിയറ്റ് ആയിട്ട് പൊട്ടിച്ച് ആ പണം അടിയന്തരമായി ദേവസ്വം ബോർഡിൽ എത്തിക്കണം. എന്തിനാ? ഓണത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പണമില്ലാന്ന്, ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ലാന്ന്. ഇവിടെ വലിയ മഹത്വം പറഞ്ഞല്ലോ. കേരള ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ? ഓണത്തിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? കേരളത്തിലെ 1200-ലധികം വരുന്ന ക്ഷേത്രങ്ങളിലെ കാണിക്ക പൊട്ടിക്കുന്ന കാശ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കണമെന്ന് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട്സ് ഓഫീസർ സർക്കുലർ ഇറക്കിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ചർച്ച നടക്കുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഭൂമി വിട്ടുകൊടുത്തപ്പോൾ കിട്ടേണ്ട 130 കോടി രൂപ സർക്കാർ എടുത്ത് പുട്ടടിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടില്ല. കോടതി ഉത്തരവുണ്ടെന്ന്. ആ കോടതി ഉത്തരവ് വന്നിട്ട് 1 വർഷമാകാണ്. ഈ സെപ്റ്റംബർ 3 കൊടുത്തോ ഗോപൻ? പറയട്ടെ, CPM പ്രതിനിധി പറയട്ടെ. അതുപോലെ തന്നെ ഭക്തജനങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഈ സാനിറ്റേഷൻ. അതിന് സർക്കാർ വിഹിതം കൊടുത്തോ? വേണ്ട. ഞാൻ ചോദിക്കുന്നു, 1-ാം പിണറായി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ. 82 ലക്ഷം രൂപ ദേവസ്വം ഭൂമികൾ സർക്കാർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കൊടുക്കണമായിരുന്നു ദേവസ്വം ബോർഡിന്. അത് 10 കോടിയാക്കി LDF ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഞാൻ ഈ ചർച്ചയിൽ പറയാ, വർദ്ധിപ്പിച്ചു. കൊടുത്തോ? 100 രൂപ കൊടുത്തോ? ഈ ഗവൺമെന്റ് കൊടുത്തോ ദേവസ്വം ബോർഡിന്? അപ്പോൾ ദേവസ്വം ബോർഡിന് കൊടുക്കുമെന്ന് പറഞ്ഞ 10 കോടി കൊടുത്തില്ല. സാനിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ 2.25 കോടി കൊടുത്തില്ല. ദേവസ്വം ഭൂമി ദേശീയപാത വികസനത്തിന് കൊടുത്ത 130 കോടി രൂപ എടുത്ത് വകമാറ്റി ചെലവഴിച്ച സർക്കാരാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിനെയും അയ്യപ്പ ഭക്തന്മാരെയൊക്കെ ഉദ്ധരിക്കാൻ ഇറങ്ങി വരുന്നെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കപ്പെടും. ആളുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് 3000 പേര് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് കൂടെ ഇരിക്കുക. എനിക്കിനി സമയം തരണ്ട, എനിക്ക് ഒറ്റ സെക്കൻഡ് കൊടുത്താ. 3000-ലധികം ആളുകൾ ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവർക്കെന്തിനാ സ്റ്റാർ ഫെസിലിറ്റീസ്? അവർക്കെന്തിനാ സ്റ്റാർ സംവിധാനങ്ങൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യപ്പന്റെ മുന്നിൽ എല്ലാവരും ഭക്തന്മാരെല്ലാം ഒരുപോലല്ലേ മാധു?
അവിടെ എന്തിനാ ഈ ആഗോള ഭക്തന്മാർ ഇങ്ങോട്ട് എത്തുമ്പോൾ അവർക്കെല്ലാം A ക്ലാസ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? ആരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി? എവിടുന്നാണ് ഇതിന്റെ പണം? ഇത് ചോദിക്കത്തില്ലേ? കേരളത്തിലെ കൃത്യമായി പാവപ്പെട്ട ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് മുടങ്ങുന്ന ഒരു സർക്കാർ, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് മുടങ്ങുന്ന ഒരു സർക്കാർ, സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസും അഡ്വക്കേറ്റ് അനിൽ ബോസും വിമർശനം ഉന്നയിക്കുന്നുണ്ട്.